എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തരട്ടെ. വേറൊന്നുമല്ല, സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂൽ ഓതാനാണ്. എപ്പോഴാണെന്നറിയോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ. നിങ്ങൾ മറക്കാതെ ചെയ്യണേ. അതല്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ മഹത്വം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ദിവസം പോലും നിങ്ങളിത് ഒഴിവാക്കൂല. എന്താണെന്നറിയോ? അത് ഓതുന്ന രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല സകല വിപത്തുകളിൽ നിന്നും അവനിക്ക് സംരക്ഷണം നൽകും. മാത്രമല്ല, ഫാത്തിഹയും ആമന റസൂലും ഓതുന്നവന് അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള എല്ലാം അല്ലാഹു തരും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. സംശയിക്കേണ്ട, ഹദീസ് സ്വഹീഹ് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഫാത്തിഹയിലും ആമന റസൂലിലും നമുക്ക് ആവശ്യമല്ലാത്ത വല്ല ദുആയുണ്ടോ? അതപ്പടി തരുമെന്നാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആമന റസൂൽ ഓതാൻ ഇനിയും മനസ്സ് വരുന്നില്ലെങ്കിൽ സ്വന്തം അവസ്ഥയോർത്ത് നിങ്ങൾ നിലവിളിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? മോശക്കാർക്ക് അത് ഓതാൻ കഴിയില്ലെന്നാണ് ഹദീസുകളിലുള്ളത്. ഏതായാലും ഖുർആൻ ഓതുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.